നമസ്കാരം. ബാങ്കിലെ പണം തട്ടാൻ റോഡ് അപകടം സൃഷ്ടിച്ച് വയോധികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയതായി പോലീസ്. സമ്പാദ്യം അന്വേഷിച്ചെത്തിയ മക്കളുടെ പരാതിയിലാണ് കൊലപാതകം തെളിഞ്ഞത്. മുത്തൂറ്റ് മിനി ഗോൾഡ് മാനേജർ അടക്കം 5 പേരാണ് കേസിൽ അറസ്റ്റിലായത്. കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരനായ BSNL റിട്ടയർഡ് ഡിവിഷൻ എഞ്ചിനീയർ പാപ്പച്ചനെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതക കേസിൽ മുത്തൂറ്റ് മിനി ഗോൾഡ് മാനേജറായ സരിത, അക്കൗണ്ടന്റ് അനൂപ്, കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ, കൂട്ടാളികളായ ഹാഷിഫ് അലി, മാഹീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സരിതയും അനൂപും 2 മൊബൈൽ സിം കാർഡുകൾ വാങ്ങി. ഇതിലൂടെയാണ് അനിമോനുമായി പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഇത് സൈബർ സെല്ലിന്റെ പരിശോധനയിൽ പോലീസിന് വ്യക്തമായി. പോലീസ് സംശയിക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഇവർ ഈ സിം കാർഡിലൂടെ സംസാരിക്കാതെയായി. പാപ്പച്ചന്റെ മരണത്തിൽ സരിതയെയും അനൂപിനെയും മൊഴിയെടുക്കാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും ഒഴിഞ്ഞുമാറിയ ഇവർ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. ഇതോടെ പോലീസിന് സംശയം ബലപ്പെട്ടു. ആദ്യം 2,40,000 രൂപയാണ് കൊലപാതകത്തിനായി അനിമോന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത്. ആദ്യം ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടത്. 3 തവണ നടത്തിയ ശ്രമത്തിലും പദ്ധതി പരാജയപ്പെട്ടു. ഇതിനുശേഷമാണ് കാർ വാടകയ്ക്കെടുത്ത് കൊലപാതകം നടത്തിയത്. പാപ്പച്ചനെ കാറിടിച്ച് വീഴ്ത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് അപകട മരണമാണെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തകൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞതും യുവതി അടക്കം 5 പേർ പോലീസിന്റെ വലയിലാകുന്നതും. മരിച്ച പാപ്പച്ചൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി പാപ്പച്ചന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ആശ്രാമത്തെ സ്വകാര്യ ബാങ്കിൽ പന്തളം കുടശനാട് സ്വദേശിയ പാപ്പച്ചൻ 1 കോടിയോളം രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ വാഗണാർ കാർ തട്ടിയാണ് അപകടം സംഭവിച്ചത്. അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറായ അനിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായ അപകടം എന്ന നിലയിലാണ് കേസ് മുന്നോട്ടു പോയത്. പാപ്പച്ചൻ BSNLൽ നിന്ന് വിരമിച്ചയാളാണ്. കുടുംബവും മക്കളുമായി പിണങ്ങിക്കഴിയുകയുമായിരുന്നു. ജോലി ചെയ്തും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങളും അടക്കം വലിയ തുക പാപ്പച്ചൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. പിതാവ് മരിച്ചതോടെ മക്കൾ ഈ സമ്പാദ്യം എവിടെ എന്ന് അന്വേഷിച്ചു രംഗത്ത് വന്നു. അപ്പോഴാണ് കേരളം ഞെട്ടിയ അരും കൊലയുടെ കഥകൾ പുറത്തു വന്നത്. മുത്തൂറ്റ് മിനി ഗോൾഡ് ബ്രാഞ്ചിൽ 1 കോടിയോളം വരുന്ന തുക പാപ്പച്ചന് നിക്ഷേപം ഉണ്ടായിരുന്നുവെന്ന് മക്കൾ മനസ്സിലാക്കി. ബ്രാഞ്ചിലെ ജീവനക്കാരുമായി പാപ്പച്ചന് നല്ല ബന്ധമായിരുന്നു. മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിയുന്ന പാപ്പച്ചൻ തൻ്റെ സമ്പാദ്യത്തിന് ആരെയും നോമിനി വച്ചിരുന്നില്ല. തൻ്റെ കഥകൾ മുഴുവൻ ബ്രാഞ്ച് മാനേജർ സരിതയോടും മറ്റ് ജീവനക്കാരോടും പാപ്പച്ചൻ പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഇല്ലാതായാൽ ആരും തിരികെ വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ സരിത കൊടും ക്രിമിനലായ അനിയുമായി ചേർന്ന് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കി. പാപ്പച്ചൻ ബാങ്കിലിട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ ഒപ്പിട്ട് സരിതയും അനൂപും ചേർന്ന് വായ്പയായി എടുത്തിരുന്നു. പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പണം തട്ടിയത്. ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനിയെ 2 ലക്ഷം പ്രതിഫലമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കൊട്ടേഷൻ ഉറപ്പിച്ചത്. ഇതുപ്രകാരം അനി ജൂൺ 19-ന് ആസിഫ് എന്നയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഉപയോഗിച്ച സൈക്കിളിൽ ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത്. ആശ്രാം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം.